തൃശൂർ മരത്താക്കരയിലെ ഫർണിച്ചർ ഷോറൂമിലാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പുലർച്ചെ ഒരു 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ഫയർഫോഴ്സിന് കോൾ എത്തുന്നത്. സമീപത്തുണ്ടായിരുന്ന ആ കെട്ടിടത്തിലെ സെക്യൂരിറ്റിയാണ് ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ദൃശ്യങ്ങളിൽ കാണാമത് വലിയ ഷോറൂമാണ്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിലവിലത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് എന്ന് നിസ്സംശയം ഒറ്റനോട്ടത്തിൽ തന്നെ പറയാവുന്നതാണ്. അത്രയും വലിയ ഷോറൂമായിരുന്നു അത്. ഇപ്പോൾ പക്ഷേ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്, പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ ഈ ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുമാണ്. സൂരജ് സജി ആ ഫർണിച്ചർ കടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, പുതിയ വിവരങ്ങൾ കൂടി സൂരജ്. ടി.കെ. മരത്താക്കര ഡീറ്റെയിൽ ഫർണിച്ചർ ഷോറൂമിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 1:30 ഈ തീപിടുത്തം ഉണ്ടായത്. ഈ സമീപത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആദ്യമായി ഇവിടെ ഇങ്ങനെ പുക ഉയരുന്നത് കണ്ട് പിന്നീട് ഈ ഫയർഫോഴ്സിന് വിവരം കൈമാറുന്നത്. 2:30 ഫയർഫോഴ്സ് എത്തുന്നു. നമ്മൾ ഇപ്പോൾ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങളുമായെല്ലാം സംസാരിക്കുകയായിരുന്നു. അവർ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ വരുന്ന സമയത്ത് ഈ കെട്ടിടം തന്നെ പൊട്ടിത്തെറിക്കാവുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ മുകളിൽ GI ഷീറ്റാണ്, അതായത് ഒരു 25 അടി ഉയരത്തിന് മുകളിലാണ് ഇത് ഷീറ്റ് മേഞ്ഞിരിക്കുന്നത്. വലിയ ഷോറൂം, അതിന് ഷീറ്റ് ഏറ്റവും ടോപ്പിൽ ഷീറ്റ് മേഞ്ഞിരിക്കുകയാണ്. അതിന് താഴെ ഇതിൻ്റെ റൂഫ് പണിതിട്ടുണ്ട്, അത് സീലിംഗ് പണിതിട്ടുണ്ട്. ആ സീലിംഗ് ഉൾപ്പെടെ ഈ കത്തി നശിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ജിപ്സം ഷീറ്റ് ഉപയോഗിച്ച് മേഞ്ഞ സീലിംഗ് ആണ്. ആ സീലിംഗിന് ഉൾപ്പെടെ തീ പിടിച്ചു. അതാണ് ഈ വലിയ ഒരു വ്യാപ്തിയിലേക്ക് പോയതെന്നുള്ളതാണ് പറയുന്നത്. ഈ പുറകുവശത്ത് നിന്നായിരുന്നു തീ പടർന്നു പിടിക്കുന്നത്. പുറകുവശത്ത് നിന്ന് തീയും പുകയും ഉയരുന്നു. പക്ഷേ ഈ ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് മുൻവശത്തു കൂടി പോലും കയറാൻ കഴിയാത്ത നിലയിൽ വലിയ രീതിയിൽ തീയും പുകയും ഉയരുന്നു. അങ്ങനെ 3 പോയിന്റുകളായി തിരിഞ്ഞ് 3 വശത്തു നിന്ന് നിരന്തരമായി വെള്ളം പമ്പ് ചെയ്യുന്നു. നിരന്തരമായി വെള്ളം പമ്പ് ചെയ്തതിന് ശേഷമാണ് ഈ തീ നിയന്ത്രിക്കുന്നതിന്, അതായത് തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കയറുന്നതിന് സാധിക്കുന്നത്. അതായത് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കുറച്ച് ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ആക്ഷൻ എത്രമാത്രമായിരുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം ഇത് ആകെ വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. ഇതിന്റെ മുകൾ വശത്തെല്ലാം തീ പിടിക്കുന്നു. ജിപ്സം ഷീറ്റ് അടക്കം തീ പിടിച്ച് കത്തി നശിക്കുന്നു. ആ സമയത്ത് പോലും ഇവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാകുന്ന തരത്തിലേക്ക്, അതായത് ആ തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ശ്രമകരമായ ദൗത്യം, ആ ദൗത്യത്തിന്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത്. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപ എന്ന് പറയാവുന്ന നാശനഷ്ടം, കോടികൾ കടക്കും ഈ നാശനഷ്ടം എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ തടിയും തുണിയും എല്ലാം ഉള്ള മെറ്റീരിയലുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു, തീ ആളിക്കത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിൽ പുക ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഇതിനകത്തേക്ക് പ്രവേശിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ 3 പോയിന്റുകളിൽ നിന്നുകൊണ്ട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഈ വെള്ളം പമ്പ് ചെയ്യുന്നു, തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഒരു വശത്തുകൂടി, അതായത് മുൻവശത്തുകൂടി ഫയർഫോഴ്സിന് ഇതിനകത്തേക്ക് കയറാൻ സാധിച്ചത്. പക്ഷേ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ മരത്താക്കരയിലെ ഫർണിച്ചർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 3:30 തീപിടുത്തം ഉണ്ടായത്. 5 ഫയർഫോഴ്സ് അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നത്. വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല.